ജിഗിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒറ്റത്തുമ്പിനാണ്. ഞങ്ങൾ കിട്ടുന്ന 3 രീതിയിലുള്ള ഒറ്റത്തുമ്പിന്റെ വീഡിയോ ആണിത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നല്ല റിസൾട്ടുള്ള സ്ക്വിഡ് ആണ് നോക്കിയെടുക്കേണ്ടത്. വാട്ടറിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഈ സ്ക്വിഡിന്റെ കളർ മാറ്റണം. ട്രിവാൻഡ്രം ഫിഷിംഗ് സ്റ്റോറി ആണ് നമ്മൾ പ്രോഡക്റ്റിൽ എടുക്കുന്നത്. ഒറ്റത്തുമ്പ് കെട്ടാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇവയെല്ലാം. മനോജാശാനാണ് ഇതെല്ലാം കെട്ടി കാണിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ടിൻസൽ ഒരു 10 സെന്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. 2 ടൈപ്പ് ഫ്ലാഷ് ടിൻസലാണ് നമ്മൾ എടുക്കുന്നത്. 40-45 LBയുടെ ലൈൻ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് കാർബൺ ഹുക്ക് 12-13 ഗൈസ്. ഈ ഒരു മോഡലിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഒറ്റത്തുമ്പ് കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട് ഇടാം. അങ്ങനെ നോട്ട് ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ സ്ക്വിഡ് വെച്ച് അളവെടുക്കുക. കാരണം ഇതിൻ്റെ ഹുക്ക് വരേണ്ടത് അതിൻ്റെ ടെയിൽ എൻഡിലാണ്. അങ്ങനെ നമ്മൾ അളവെടുത്ത് പിടിച്ച സ്ഥലത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ടിൻസൽ കയറ്റി ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റായിട്ട് നമ്മൾ പിടിക്കണം. നമ്മൾ ആദ്യം കാണിച്ച ഓറഞ്ച് നൂലിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ചുറ്റി നല്ല ടൈറ്റായിട്ട് കെട്ടുക. എന്നിട്ട് നമ്മൾ ആ ടൈറ്റായിട്ട് കെട്ടിയ ഭാഗത്ത് ഒരു ഫ്ലെക്സ് ക്യൂക്ക് ഒരു അല്പം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈൻ്റെ ലെങ്ത് എടുക്കാം. സാധാരണ 1 മീറ്ററാണ് എടുക്കുന്നത്, ഞങ്ങൾ പൊതുവെ 2 മീറ്ററാണ് എടുക്കുന്നത്. എന്നിട്ട് ലൈൻ്റെ ഒരറ്റം ഒരു സൂചി കയറ്റുക. എന്നിട്ട് ആ സ്ക്വിഡിൻ്റെ ബാക്കിൽ കൂടെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കൃത്യമായിട്ട് തുളച്ച് ഫ്രണ്ടിലോട്ട് എടുക്കുക. ആ സ്ക്വിഡ് കൃത്യമായിട്ട് ആ ഹുക്കിൻ്റെ ടോപ്പിലോട്ട് കൊണ്ട് വെക്കുക. അങ്ങനെ ബാക്കിലോട്ട് ചാടി കിടക്കുന്ന ടിൻസിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ 3 മോഡലിൽ ആദ്യത്തെ മോഡൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ മോഡൽ. കണ്ടോ, ഇതിൻ്റെ ടെയിൽ എൻഡിലാണ് ഹുക്ക് വരുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചുറ്റിയെടുക്കുന്ന രീതിയാണ്. കണ്ടോ, ഇങ്ങനെ വേണം ചുറ്റിയെടുക്കാൻ. അല്ലാത്ത പക്ഷേ ഇത് കുരുങ്ങും. എന്നിട്ട് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ റബ്ബർ കയറ്റി അകത്തൂടെ കയറ്റി വലിച്ച സംഭവം സെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ പറയുന്ന കാര്യം ലൈൻ ഒടിയാതെ മടങ്ങാതിരിക്കാനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ നോക്കാം. ഇതിന് നമുക്ക് ഒറ്റ കളറിലെ ടിൻസിൽ എടുത്താൽ മതി. എന്നിട്ട് പഴയ പോലെ ലൈൻ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഹുക്ക് നേരെ വെച്ച് ആദ്യത്തെ ലൂപ്പ് നമ്മൾ വിരൽ ചുറ്റിയെടുക്കും. എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പ് ചൂണ്ടയിലോട്ട് ചുറ്റിയെടുക്കും. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത ടിൻസിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു മടക്കിൽ തിരിച്ചെടുത്ത് നേരെ ഹുക്കിൻ്റെ അങ്ങോട്ട് കൊണ്ടുവെക്കും. എന്നിട്ട് ബാക്കി വരുന്ന അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയാണ് എടുക്കുന്നത്. അതും ഹുക്കെ തന്നെയാണ് ചുറ്റുന്നത് കേട്ടോ. എന്നിട്ട് ആ ആദ്യത്തെ അതുവഴി അകത്തോട്ട് കയറ്റി ഇതുപോലെ വലിച്ച് അങ്ങോട്ട് ടൈറ്റ് ചെയ്താൽ മതി. പറയുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടാൽ മതി. പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലെ ആവശ്യത്തിന് ലൈൻ നിങ്ങൾ എടുക്കുക, സൂചി എടുക്കുക, സ്ക്വിഡിൽ കയറ്റുക, കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ടിൻസിൽ കട്ട് ചെയ്ത് കളയുക. ഇതാണ് രണ്ടാമത്തെ മോഡൽ. ഇത്രയേ ഉള്ളൂ. അടുത്താണ് നമ്മുടെ മൂന്നാമത്തെ മോഡൽ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള മോഡൽ ഇത് തന്നെയാണ്. ടിൻസിലിൻ്റെ എണ്ണം ഞങ്ങൾ 4-5 വെച്ചാണ് എടുക്കുന്നത് എല്ലാ മോഡലിലും. എന്നിട്ടാണെങ്കിൽ ആസ് യൂഷ്വൽ ലൈൻ ഒരു മീഡിയം ടൈറ്റിൽ പിടിക്കുക. എന്നിട്ട് കാർബൺ ഹുക്കിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 12-13. എന്നിട്ട് ഇതിന് ബാക്കിലോട്ട് കുറച്ച് ലൈൻ ഇട്ടേക്കണം കേട്ടോ. കാരണം 2 ഹുക്കാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഹുക്ക് സ്ട്രെയിറ്റ് പിടിച്ചതിന് ശേഷം ആദ്യത്തെ ലൂപ്പ് കണ്ടോ വിരൽ തന്നെ ചുറ്റി എടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പ് ഹുക്കേലും ചുറ്റും. അടുത്തത് നമ്മൾ എടുത്ത് വെച്ചാൽ ടിൻസിലില്ലേ, ടിൻസിൽ ഇതുപോലെ ഇങ്ങനെ കയറ്റുവാണേ. നേരത്തെ കയറ്റിയ പോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ആ ഹുക്കിന് നേരെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് അടുത്ത ലൂപ്പ് ഹുക്കയിലോട്ട് ചുറ്റി ആ വിരലിൻ്റെ ഇടയിലെ ആ ലൈൻ വഴി കയറ്റി വെളിയിലോട്ട് എടുക്കുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ടിൻസിലൊന്ന് തെന്നി പോകാതെ നോക്കിക്കോണം. കറക്റ്റ് രീതിയിൽ പിടിച്ച് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അടുത്തായിട്ട് നമ്മൾ അതേ സെയിം സൈസിൽ വേറൊരു കാർബൺ ഹുക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ റിങ് ഉണ്ടോ, ആ റിങ് വഴി കയറ്റിയെടുക്കണം. കയറ്റിയെടുക്കുമ്പോൾ മാക്സിമം മറ്റേ ഹുക്കിനോട് അടുപ്പിച്ച് വെക്കാൻ നോക്കുക. തീരെ അടുപ്പിക്കില്ല, ഒരു മീഡിയം ഞങ്ങളിപ്പോൾ ഇടുന്ന അകലം കണ്ടോ, ആ ഒരു അകലത്തിൽ കയറ്റി ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ഇത്ര അടുപ്പിക്കണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഏതായാലും അകന്ന് വെളിയിലോട്ട് വരും. ഈ നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, വിരലല്ല ലൂപ്പ് ഇടുന്നത്, ഓൾറെഡി താഴെയാണ് ലൂപ്പ് ഇട്ട് ചുറ്റി കിട്ടുന്നത്. ഈ നോട്ട് ഇങ്ങനെ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രീതിയിലൊന്ന് കിടന്ന് കിട്ടിയാൽ മതി. ഈ ഒരു അകലത്തിൽ ഈ ചൂണ്ട കിടന്ന് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളതെല്ലാം വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ടിൻസിലെല്ലാം നമ്മുടെ ലൂപ്പിൻ്റെ ഇടയ്ക്ക് കെട്ടിൻ്റെ ഇടയ്ക്ക് വന്ന് കിടക്കും. അതെല്ലാം വലിച്ച് ക്ലിയർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ലൈൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് എടുക്കുക, കട്ട് ചെയ്യുക, സൂചി എടുക്കുക, കയറ്റുക, പൊസിഷനിൽ കൊണ്ടിടുക, ഹൂക്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കണ്ടോണേ, ഒരെണ്ണം പള്ളയ്ക്കും ഒരെണ്ണം ടെയിലാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഒറ്റത്തുമ്പാണിത്. പക്ഷേ ഇതിൻ്റെ ടിൻസിൽ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കണം. കണ്ടോ, ടെയിലോട്ട് ബാക്കി കിടക്കുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിന് റിസൾട്ട് കൂടാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മറ്റേ 2 മോഡലും മിങ്കിൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയത്. കണ്ടോണേ, ഇതാണ് നമ്മൾ പറഞ്ഞ 3 മോഡൽ ഒറ്റത്തുമ്പുകൾ. ഇവൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൈയും വീശി വീട്ടിൽ പോകേണ്ട കാര്യമില്ല. വറ്റ ഉണ്ടെങ്കിൽ വറ്റ കുഞ്ഞ് അടിച്ചിരിക്കും കൺഫേം. ഇനി നിങ്ങൾക്ക് ഇത് ചൂണ്ട കെട്ടുന്ന രീതി കാണണ്ടേ, അതും കാണിച്ചു തരാം. ആദ്യം തന്നെ മെയിൻ ലൈനിൽ 40 ഗ്രാമിൻ്റെ വെയിറ്റ് ഇതുപോലെ അറ്റാച്ച് ചെയ്യണം.
എന്നിട്ട് ഞങ്ങൾ നേരത്തെ ആ മാർക്ക് ചെയ്ത് കാണിച്ച ആ ലോക്കിലോട്ട് ഒറ്റത്തുമ്പിൻ്റെ ഒരറ്റം ടൈറ്റ് അങ്ങോട്ട് കെട്ടണം. വെയിറ്റ് കിട്ടുന്ന രീതി നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് കെട്ടാം. എല്ലാം അങ്ങനെ പ്രോപ്പറായിട്ട് കിട്ടിയതിന് ശേഷം ചൂണ്ടയെടുത്ത് ഒരു കാസ്റ്റ് നൈസായിട്ട് ഒരു മീഡിയം സ്പീഡിൽ നല്ല ഒരു റിട്രീവ് അങ്ങോട്ട് കൊടുക്കണം. സ്പീഡിലും റിട്രീവ് ചെയ്യാം. അങ്ങനെ ചെയ്ത് മാണ്ട്ര അടിച്ച് കയറുന്ന സാധനം കണ്ടോ, ഫസ്റ്റ് കാസ്റ്റിലായി അടിക്കുന്നത് കണ്ടോ. ഒറ്റക്കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ലൂറാണിത്. ഈ നമ്മൾ കെട്ടിയ ചൂണ്ടയിലൊക്കെ ഇങ്ങനെ മീൻ അടിച്ച് കയറുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഒറ്റത്തുമ്പ് നമ്മൾ ലാസ്റ്റ് കെട്ടിയ ഡബിൾ ഹൂക്ക് വരുന്ന ഒറ്റത്തുമ്പാട്ടോ ഇത്. കണ്ടോ 2 ഹൂക്കും പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ അവൻ്റെ വായിലിരിക്കുന്ന കണ്ടോ. ഇതാണ് നമ്മുടെ ഒറ്റത്തുമ്പിൻ്റെ പവർ കണ്ടോ ഗൈസ്. ഇത് ആദ്യമായിട്ട് എറിഞ്ഞ് പഠിക്കാൻ ചെറിയൊരു വിഷമമുണ്ട് ആദ്യമായിട്ട് എറിയുന്നവർക്ക്. പിന്നെ എറിഞ്ഞൊരു പാങ്ങ് നമുക്ക് കിട്ടും. ഇഷ്ടം പോലെ മീനാണ് ഞങ്ങൾ ഇത് കൊണ്ട് പിടിച്ചത്. അപ്പുറത്തേക്കുന്ന ആ ചേട്ടൻ കണ്ടോ, രാജേഷ് ചേട്ടൻ. ആ ചേട്ടന് ഞങ്ങളുടെ ലൂറിലാണ് അടിക്കുന്നത്. രാജേഷ് ചേട്ടന് നമ്മുടെ ഒറ്റത്തുമ്പിൽ ഇഷ്ടം പോലെ മീൻ കിട്ടി. ഈ ഒരു ടൈപ്പ് വീഡിയോസൊക്കെയാണ് എൻ്റെ ചാനൽ വരുന്നത്. താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടോട്ടൽ കിട്ടിയ മീൻ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.